Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ catalysis പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് catalysis പഠിച്ചു. ഹോമോജീനിയസ് catalysis, heterogeneous catalysis പഠിച്ചു. ദെൻ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എൻസൈം catalysis ആണ്. ഈ എൻസൈം എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. നമുക്ക് കുറേ എൻസൈംസ്, ഇപ്പം മാൾട്ടേസ്, ലാക്ടേസ്, ഇങ്ങനെ കുറേ എൻസൈം. നമുക്ക് ഏറ്റവും പരിചയം ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസിന് ഇൻവെർട്ടേസ് ആൻഡ് സൈമേസ്, നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ എൻസൈംസിനെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ എൻസൈംസ് കാറ്റലിസ്റ്റുകളാണ്. അപ്പോൾ എന്താണ് എൻസൈം കറ്റാലിസിസ്, അല്ലെങ്കിൽ എൻസൈം എന്താണ്? നമ്മൾ ഈ എക്സാമ്പിളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആരാണ് ഈ എൻസൈം? Enzymes are complex nitrogenous organic compounds which are produced by living plants and animals. Chemically, they are nitrogenous organic compounds. Simply, they are proteins. Actually, protein molecules of high molecular mass. So, enzymes are complex nitrogenous organic compounds which are produced by living plants and animals. They are actually protein molecules and they are very effective catalysts and catalyze numerous reactions taking place in plants and animals. അതായത് ലിവിങ് ഓർഗാനിസത്തിനകത്തുള്ള ന്യൂമറസ് റിയാക്ഷൻസിനെ അത് കാറ്റലൈസ് ചെയ്യുന്നു. സോ എൻസൈംസ് ആർ കാൾഡ് ബയോകെമിക്കൽ കാറ്റലൈസ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോകെമിക്കൽ catalysis. So enzymes are complex nitrogenous organic compounds which are produced by living plants and animals. They are actually protein molecules. They are very effective catalysts and catalyze numerous reactions taking place in living organism. അതുകൊണ്ടിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് ആൻഡ് ദേ കാറ്റലൈസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. So they are called a biochemical catalyst and the phenomenon is known as biochemical catalysis. അപ്പോൾ എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ എൻസൈംസ് കാറ്റലൈസ് ന്യൂമറസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സോ ദ എൻസൈംസ് ആർ കാൾഡ് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കാൾഡ് ബയോകെമിക്കൽ കറ്റാലിസിസ്. അപ്പോൾ ഇനി അടുത്തത് അതിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം that convert cane sugar to glucose and fructose. അപ്പോൾ സൂക്രോസ്, ഫെർമെൻറ്റേഷൻ സൂക്രോസ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കുന്നതാണ്. ഫെർമെൻറ്റേഷൻ സൂക്രോസ് ആദ്യം ഹൈഡ്രോളിസിസ് നടന്ന്, അപ്പോൾ അവിടുത്തെ എൻസൈമാണ് ഇൻവെർട്ടേസ് ദാറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. കൺവേർഷൻ ഓഫ്, ഇനി ഗ്ലൂക്കോസിനെ ഇഥൈൽ ആൽക്കഹോളായിട്ട് മാറ്റുന്നത് സൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സൈമേസ് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങളെ ടെക്സ്റ്റിനകത്ത് ഒരു 5-6 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സ്ലൈഡിനകത്ത് ഞാൻ 2 പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഇൻവെർട്ടേസ് കൺവേർട്ട് ഷുഗർ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ദെൻ സൈമേസ് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഇഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ഡയസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് മാൾട്ടേസ്. അതുപോലെ യൂറിയെ അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നത് യൂറിയേസ്. സ്റ്റൊമക്കിൽ പെപ്സിൻ എൻസൈം കൺവേർട്ട് പ്രോട്ടീൻ ഇൻറ്റു പെപ്റ്റൈഡ്സ്. ഇൻഡസ്റ്റൈനിൽ പാൻക്രിയാറ്റിക് ട്രിപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ ആസിഡ്സ്. അതുപോലെ മിൽക്ക്, പാലിനെ തൈരാക്കി മാറ്റുന്നത് ലാക്ടോബാസിലി എൻസൈം പ്രസൻറ്റ് ഇൻ കേർഡ്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻസൈംസിൻ്റെ എക്സാമ്പിൾ ഇൻവെർട്ടേസ്, സൈമേസ്, മാൾട്ടേസ്, അല്ലേ, യൂറിയേസ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് യൂറിയേസ്, യൂറിയെ അമോണിയം കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റുന്നു. മാൾട്ടേസ് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇൻവെർട്ടേസ് സൂക്രോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. സൈമേസ് ഗ്ലൂക്കോസിനെ എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. സ്റ്റാർച്ചിനെ ഡയസ്റ്റേസ്
മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇനി സ്റ്റൊമക്കിലെ പെപ്സിൻ that convert proteins into peptides. പെപ്സിൻ പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. അതേസമയം ഇൻഡസ്റ്റൈനിൽ പാൻക്രിയാറ്റിക് ട്രിപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ ആസിഡ്. മിൽക്കിനെ കേടാക്കി മാറ്റുന്നത്, തൈരാക്കി മാറ്റുന്നത് ലാക്ടോബാസിലി എൻസൈംസ്. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾ. അപ്പോൾ എൻസൈം കറ്റാലിസിസിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇനി നമുക്കടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. നമ്മൾ സാധാരണ കറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതാണ് അതിൻ്റെ ആക്ടിവിറ്റി, അതിൻ്റെ സെലക്ടിവിറ്റി. അപ്പോൾ എൻസൈം കറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എൻസൈം കറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരീക്ഷയ്ക്ക് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ദർ ഹൈലി എഫിഷ്യൻറ്റ്. അതായത് 1 molecule of enzyme may catalyze 1 million molecules of the reactant per minute. 1 molecule of an enzyme catalyze 1 million molecules of the reactant. So they are very efficient. വളരെ ട്രേസ് മതി. അപ്പോൾ ആ ഒറ്റ വാക്ക് നിങ്ങൾ ഓർത്താൽ മതി. ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. Then it is highly specific. Specific means each enzyme is specific for a given reaction. അതായത് മാൾട്ടോസിനെ മാത്രമേ ആരാക്കി മാറ്റുള്ളൂ? ഗ്ലൂക്കോസാക്കി മാറ്റുള്ളൂ. ഇൻവെർട്ടൈസ് നമ്മളെ ഷുഗറിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. അത് വേറൊരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നില്ല. യൂറിയയെ മാത്രമേ അമോണിയം കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ എൻസൈം catalyze only a particular reaction. It cannot catalyze more than one reaction. That is, it is highly specific. Each enzyme catalyze only a particular reaction. So it is more efficient. It is highly specific. Then urease catalyzes hydrolysis of urea only. It does not catalyze hydrolysis of any other amide. വേറെ ഒരു അമൈഡിനെ, ഇഷ്ടംപോലെ അമൈഡിൻ്റെ യൂറിയ ഒരു അമൈഡാണ്, വേറെ ഒരു അമൈഡിനെ അത് ഹൈഡ്രോളിസിസ് ചെയ്യില്ല. ഇറ്റ് ഓൺലി ഹൈഡ്രോലൈസസ് യൂറിയ. Then it is highly active under optimum temperature. That is, rate of an enzyme reaction become maximum at a particular temperature. It defines the range of temperature. അതായത് ആ റേഞ്ചിന് താഴെയും ആ റേഞ്ചിന് മുകളിലും അതിൻ്റെ ആക്ടിവിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ആ റേറ്റ് ഓഫ് ആൻ എൻസൈം റിയാക്ഷൻ ബിക്കംസ് മാക്സിമം അറ്റ് എ ഡെഫൈൻഡ് ടെമ്പറേച്ചർ കാൾഡ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ആ ഒറ്റ ഹെഡിങ് പറഞ്ഞാൽ മതി. ദേ ആർ ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഓഫ് 298 to 310 Kelvin. The 298 below 298 above 310 Kelvin its activity is low. Then it is highly active under optimum pH. That is, rate of an enzyme catalyzed reaction is maximum at a particular pH called optimum pH. It is 5 to 7. So enzyme activity is maximum at optimum temperature 298 to 310 Kelvin. It is highly active under optimum pH 5 to 7 pH value. Then നമ്മൾ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കൂട്ടുന്നവരെ പ്രൊമോട്ടർ എന്ന് വിളിച്ചു. അതുപോലെ ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ എൻസൈംസ്. എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നവരാണ് ആക്ടിവേറ്റേഴ്സ്. എന്താണ് ആക്ടിവേറ്റേഴ്സ്? ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു എൻസൈമിൻ്റെ കൂടെ സ്മോൾ എമൗണ്ട് ഓഫ് വിറ്റാമിൻ നിങ്ങൾ വൈറ്റമിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കൂടും. അതിനെയാണ് നമ്മൾ കോ എൻസൈംസ് എന്ന് പറയുന്നത്. സോ അതായത് എൻസൈംസ് പ്രോട്ടീൻസ് ആണ്, പക്ഷെ വൈറ്റമിൻ പ്രോട്ടീൻ അല്ല. അപ്പോൾ ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വൈറ്റമിൻ നോൺ ആസ് കോ എൻസൈംസ്. അതുപോലെ നമ്മളൊരു ടേം പറഞ്ഞു ആക്ടിവേറ്റേഴ്സ്. ശരിക്കും ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സം മെറ്റൽ അയോൺസ് ആണ്.
Activators are generally metal ions, Na+, Mn2+, Cu2+, CO2+, cobalt. ഇങ്ങനെയുള്ള മെറ്റൽ അയോൺസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ട് വീക്ക്ലി ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് അമിലേസ് എന്ന് പറയുന്ന എൻസൈം ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം അയോൺസ് ഉണ്ട്, ആർ കാറ്റലിറ്റിക്കലി വെരി ആക്റ്റീവ്. അപ്പോൾ enzymatic action increases in presence of activators and coenzyme. Activators എന്ന് പറഞ്ഞാൽ മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസ് ആണ്. കോഎൻസൈംസ് എന്ന് പറയുന്നത് വൈറ്റമിൻ, അതായത് നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസസ് ലൈക്ക് വൈറ്റമിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കൂടുന്നു. ദെൻ നമ്മൾ കഴിഞ്ഞ ദിവസം കാറ്റലിസ്റ്റിന് പറഞ്ഞ കണക്ക് അവിടെ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നവരെ നമ്മൾ പോയിസൺസ് അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ട്. ലൈക്ക് ഓർഡിനറി കാറ്റലിസ്റ്റ്, എൻസൈംസ് ആർ ആൾസോ ഇൻഹിബിറ്റഡ് ഓർ പോയിസൺഡ് ബൈ പ്രസൻസ് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ്. അതായത് അതെങ്ങനെയാണ് ഈ പോയിസൺ സബ്സ്റ്റൻസ് അതിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എൻസൈംസിനകത്ത് കുറച്ച് ആക്റ്റീവ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതാണ് നമ്മൾ റിയാക്റ്റൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യേണ്ടത്. ഈ ഇൻഹിബിറ്റേഴ്സ് ഈ ആക്റ്റീവ് ഫങ്ഷൻ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ ഓർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദി എൻസൈംസ്. അപ്പോൾ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് enzyme catalysis. അപ്പോൾ നമ്മൾ ആ ഹെഡിങ് മാത്രം ഓർത്താൽ they are more efficient, they are highly specific, then enzyme activity maximum at a particular temperature called optimum temperature. It has maximum activity at a particular pH called optimum pH 5 to 7, temperature range 298 to 310 Kelvin. Then certain substances enhance the activity of the enzymes called coenzymes and activators. Coenzymes are non-protein substances like a vitamin which increase the activity of the enzyme. Activators are normally metal ions. The presence of small amount of metal ions increase the activity of the enzymes. Then like ordinary catalysts, enzymes are also inhibited or poisoned by certain substances, and these inhibitors interact with the active functional group on the enzyme surface and reduce or destroy the catalytic activity of enzymes. Then mechanism of enzyme. So ഈ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻസൈംസിൻ്റെ സർഫസിൽ ക്യാവിറ്റീസ് ഉണ്ട്, നമ്പർ ഓഫ് ക്യാവിറ്റീസ് ഉണ്ട്. ഈ ക്യാവിറ്റീസിന് ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ അതിനകത്ത് ആക്റ്റീവ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, സച്ചസ് OH, COH, NH2 ഇങ്ങനെയുള്ള ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ ക്യാവിറ്റീസിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ആക്റ്റീവ് സെൻറ്റേഴ്സ് ഓൺ ദി സർഫസ് ഓഫ് എൻസൈം പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാവിറ്റീസ് ഹാവിങ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഗ്രൂപ്പ്, അതാണ് എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ദ മോളിക്യൂൾസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്, നമ്മളിവിടെ സബ്സ്ട്രേറ്റ് എന്നാണ് പറയുന്നത്, that fit into these cavities just like a key fit into a lock. So an activated complex is formed which then decomposes to yield product. This theory is known as lock and key method. അപ്പോൾ എൻസൈംസിൻ്റെ സർഫസിൽ ലാർജ് നമ്പർ ഓഫ് ക്യാവിറ്റീസ് ഉണ്ട്. ആ ക്യാവിറ്റീസിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പുകളും ഉണ്ട്. COH, OH നമ്മൾ ഓർഗാനിക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഈ ക്യാവിറ്റീസിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്യേണ്ട മോളിക്യൂൾസ് നമ്മൾ സാധാരണ റിയാക്റ്റൻ്റ് എന്ന് പറയും, ഇവിടെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. സബ്സ്ട്രേറ്റ് ഫിറ്റ് ഇൻ ടു ദീസ് ക്യാവിറ്റീസ്, ഈ ക്യാവിറ്റിക്കകത്ത് ഫിറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ കീ ഒരു പർട്ടിക്കുലർ ലോക്കിനകത്ത് മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ ആ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പുള്ള ക്യാവിറ്റിക്കകത്ത് ഇരിക്കാൻ പറ്റുന്ന കോംപ്ലിമെൻ്ററി ഷേപ്പുള്ള റിയാക്റ്റൻറ്റിന് മാത്രമേ അവിടെ ഫിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അതൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും, പിന്നെ അത് ഡികമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറും. സോ ദിസ് തിയറി ഈസ് നോൺ ആസ് ലോക്ക് ആൻഡ് കീ തിയറി. അപ്പോൾ 2 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. എന്താണ്? ഒന്ന്, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ
എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുക. ബൈൻഡിങ് ഓഫ് എൻസൈം ടു സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ എൻസൈം പ്ലസ് എസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, അതുകൊണ്ട് നമ്മളൊരു സ്റ്റാറാണ് ഇടുന്നത്. രണ്ടാമത്തേൽ ഡികമ്പോസിഷൻ ഓഫ് ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ടു ഫോം പ്രോഡക്റ്റ്. അതായത് ഈ എസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡികമ്പോസ് ചെയ്ത് വീണ്ടും എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. അപ്പോൾ ഈ എൻസൈം വീണ്ടും അതിൻ്റെ സർഫസിൽ ക്യാവിറ്റി ഫ്രീ ആകുന്ന പ്രോഡക്റ്റ് അവിടെ നിന്ന് പോവുകയാണ്, അത് അടുത്ത സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ, അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാവിറ്റീസ് ഹാവിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഇതെല്ലാം നമ്മൾ എഴുതിയില്ലേലും മെക്കാനിസം ചോദിക്കുമ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. ഒന്ന്, ബൈൻഡിങ് ഓഫ് എൻസൈം ടു ദ സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതായത് ഈ ഇക്വേഷനുകൾ നിങ്ങൾക്ക് ഓർക്കാം, ഇ പ്ലസ് എസ് ഗീവ്സ് ഇ എസ് സ്റ്റാർ. ഈ എൻസൈം എസ് സബ്സ്ട്രേറ്റ്, അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡികമ്പോസിഷൻ ഓഫ് ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ടു ഫോം പ്രോഡക്റ്റ്. ഇ എസ് സ്റ്റാർ ഡികമ്പോസസ് ടു ഇ പ്ലസ് പി. വീണ്ടും എസ് എഴുതി വെക്കരുത്, ഇത് പ്രോഡക്റ്റായിട്ട് മാറുവാണ്, പ്രോഡക്റ്റായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻസൈം കറ്റാലിസിസ്. അപ്പോൾ എൻസൈംസ് ആർ കോംപ്ലക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് മോളിക്യൂൾസ് ഫൗണ്ട് ഇൻ ലിവിങ് ഓർഗാനിസംസ്. ഇറ്റ് ഈസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ദേ കാറ്റലൈസ് biochemical reactions taking place in living organisms. So they are known as biochemical catalyst, and phenomenon is known as biochemical catalysis. Example, കുറേ എൻസൈംസ് പഠിച്ചു. ഇൻവെർട്ടൈസ് സൂക്രോസിനെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. സൈമൈസ് ഗ്ലൂക്കോസിനെ എത്തനോൾ കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് മാൾട്ടേസ് മാൾട്ടോസ് ടു ഗ്ലൂക്കോസ്. യൂറിയേസ് യൂറിയ ടു അമോണിയ. നമ്മൾ പേരിൽ തന്നെ ഉണ്ട്. അങ്ങനെ എക്സാമ്പിൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മോർ എഫിഷ്യൻറ്റ്, അതായത് 1 molecule can convert 1 million reactant molecules. They are more specific. Each enzyme can catalyze only a particular reaction. It is catalytic activity is maximum at a particular temperature called the optimum temperature, 298 to 310 Kelvin. This catalytic activity is maximum at a particular pH, 5 to 7 pH. Then certain substances increase the activity of enzyme called coenzymes and activators. Activators metal ions ആണ്. coenzymes എന്ന് പറഞ്ഞാൽ non-protein substances like vitamins. Then certain substances inhibit or poison enzymes. They interact with the functional group of the enzymes and reduce or destroy the activity of enzymes. Then mechanism, that is, the enzyme surface consists of a lot of cavities having characteristic function group. Cavitiesനെയാണ് നമ്മൾ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഹാവിങ് കോംപ്ലിമെൻ്ററി ഷേപ്പ് to this cavity can fit into it like a key fit into a lock. Then it is there to react to form activated complex and decomposes to form the product. So it involves 2 steps. ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. Binding of enzyme to substrate to form an activated complex. Second step, decomposition of activated complex to form the product. E plus S gives ES star, ES star gives E plus P. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ അവസാനം എന്താണ് എൻ്റെ മെക്കാനിസം, അതായത് എൻസൈം, അതിൻ്റെ ക്യാവിറ്റി ഉണ്ട്, ഇതാണ് എൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ആ സബ്സ്ട്രേറ്റ് ഈ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പുള്ള ക്യാവിറ്റിക്കകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്ട്രേറ്റാണ് അവിടെ ഫിറ്റ് ആകുന്നത്. എന്നിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് അതൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. then that is converted to product. അവസാനം പ്രോഡക്റ്റ് അവിടെ നിന്ന് റിലീസ് ചെയ്യും. ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ 3 ഇൻഡസ്ട്രിയൽ, ഇത് എൻസൈമാറ്റിക് കാറ്റലിസ്റ്റ് അല്ല, അതിൻ്റെ അവസാനം 3 ഇൻഡസ്ട്രിയൽ കാറ്റലിറ്റിക് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഹേബർ പ്രോസസ്സ് പഠിച്ചതാണ്. 2000 N2 + 3 H2 gives 2 NH3. അതായത് ഹേബർ പ്രോസസ്സ്, അവിടെ ഫൈനലി ഡിവൈഡഡ് അയൺ, ആ കാറ്റലിസ്റ്റ് മോളിബ്ഡിനം ആണ് പ്രൊമോട്ടർ. ഓസ്റ്റ്വേർഡ് പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ്, അവിടെ പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ് ആണ് കാറ്റലിസ്റ്റ്. കോണ്ടാക്ട് പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അവിടെ പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ് ഓർ വനേഡിയം പെൻറ്റോക്സൈഡ്. ആക്ട് as the catalyst.
അപ്പോൾ സം ഇൻഡസ്ട്രിയൽ കാറ്റലിറ്റിക് പ്രോസസ്സാണ്. അത് മൂന്നും നമ്മൾ പഠിക്കുന്നതാണ്. ഹേബർ പ്രോസസ്സ്, ഓസ്റ്റവാൾഡ് പ്രോസസ്സ്, കോണ്ടാക്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനായ അഡ്സോർപ്ഷൻ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് സെക്ഷനായ കറ്റാലിസിസും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് കൊളോയിഡ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.